95% പോസിറ്റീവ്സ് മാത്രമേ പറയാനുള്ളൂ. ബാക്കി 5% നെഗറ്റീവ്സ് ഉണ്ടല്ലേ? 5% ഈ പറഞ്ഞ X7 ലക്ഷറി ഇല്ലാത്ത ഈ 2-3 കാര്യങ്ങൾ X5 ലക്ഷറിയിലുണ്ട് അല്ലേ? അതെ. അപ്പോൾ എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ഒന്ന്, ഈ മഹേന്ദ്ര ഇത്രയൊക്കെ ഇംപ്രൂവൈസ് ചെയ്തെങ്കിൽ ഇവരുടെ പെയിൻ ക്വാളിറ്റിയിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ് താർ റോക്സിൽ അല്ലേ? അതെ അതെ, ഭയങ്കര വാല്യൂ ആയിട്ടാണ് എനിക്ക് ഈ വണ്ടിയിൽ ഇത്ര ഒരു കോൺഫിഡൻസ് വന്നത് ആ യാത്രയ്ക്ക് ശേഷം. അത് ശരി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെയോ പണി പാളുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ പല ഷോറൂമുകളിലും വിളിച്ച് അന്വേഷിച്ചു. റോക്സിലേക്ക് അവർ കൊണ്ടുവന്നൊരു അപ്ഗ്രേഡാണ് ഓട്ടോമാറ്റിക് ഫ്യൂൽ ടാങ്ക് ഓപ്പണിംഗ്. ഈ സംഭവം പലപ്പോഴും സ്റ്റക്കായിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. വീണ്ടും താർ റോക്സ്. വീണ്ടും ഒരു താർ റോക്സ് കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു വേരിയൻറ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. AX5 ലക്ഷറിയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. താർ റോക്സിൻ്റെ വേരിയൻറ്റ് നമ്മൾ 2 MX5 കൊണ്ടുവന്നു, ഒരു AX7 ലക്ഷറി കൊണ്ടുവന്നു, ഇന്ന് AX5 ലക്ഷറി. സോ കുറേ പല ഡൗട്ട്സ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത പല ടോപ്പിക്സ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഏതായിരിക്കും വാല്യൂ ഫോർ മണി വേരിയൻറ്റ്, അതുപോലെ ബുക്കിംഗ്സിൽ കുറേ പേര് താർ റോക്സിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഷോറൂം പറയുന്ന പോലെയല്ല പ്രവർത്തിക്കുന്നത്, പറയുന്ന സമയത്ത് വണ്ടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചിലത് കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും പെട്ടെന്ന് കിട്ടുന്നു. അതിൻ്റെ കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, അല്ലെങ്കിൽ ഏതായിരിക്കും വാല്യൂ ഫോർ മണി വേരിയൻറ്റ്, ഇത് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചോദിക്കാം. ഏതായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഓരോ യൂസർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ 4ാമത്തെ താർ റോക്സ് വേരിയൻ്റ് ആണെങ്കിലും ഇതും നിങ്ങൾക്ക് യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഏതായാലും ഒരു വാഹനപ്രേമി തന്നെയാണ് ഈ താർ റോക്സിൻ്റെ ഓണർ. നമുക്ക് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അധികം ഇൻട്രോ ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല, യൂസറിനെ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം. സോ ഇതാണ് താർ റോക്സിൻ്റെ ഓണർ. ഹായ് ബ്രോ. ഹായ്, വെൽക്കം ടു ചാനൽ. താങ്ക് യു. അപ്പം താർ റോക്സിനെ പറ്റി ചോദിക്കാനാണ് നമ്മുടെ അടുത്ത വീഡിയോ വന്നിരിക്കുന്നത്. അതിന് മുന്നേ ബ്രോയെ ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് ജെഫിൻ ജോസ് എന്നാണ്. ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. ഞാനൊരു ആർക്കിടെക്റ്റാണ്. ഓക്കെ. അപ്പം കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ പോകാനും വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടും ഒക്കെയാണോ വണ്ടിയിൽ വന്നത്, എല്ലാം നമുക്ക് ചോദിക്കാം. അപ്പം ഇത് ഏത് വേരിയൻ്റ് ആണ്, എത്ര നാളായി കിട്ടിയിട്ടെന്നുള്ളതൊക്കെ ആദ്യമേ ഒന്ന് പറഞ്ഞു. ഇത് AX5 ലക്ഷറി വേരിയൻ്റ് ആണ്. ഇപ്പോൾ എടുത്തിട്ട് ഒരു 1.5 മാസം ആകുന്നു. ഓക്കെ. പെട്രോൾ ഡീസലാണ്, റിയർ വീൽ ഡ്രൈവ് ആണ്. റിയർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. അതാണ് വേരിയന്റിന്റെ കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ താർ റോക്സിലോട്ട് വന്ന ഒരു കഥ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞേക്കാം, അതിനുശേഷം വേണം നമുക്ക് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ചോദിക്കാൻ. ഏതൊക്കെ വണ്ടി മീൻസ് എങ്ങനെയാണ് ഇതിലോട്ട്? ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്നത് ഒരു എസ്ക്രോസ് ആണ്. അതിൽ നിന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നൊരു ചിന്തയായിട്ട് ആദ്യം നോക്കിയത് ടാറ്റ ഹാരിയർ ആയിരുന്നു, ബ്ലാക്ക് എഡിഷൻ. അത് നോക്കി വന്നപ്പോൾ ടാറ്റയുടെ സർവീസ് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ XUV 700നെ കുറിച്ച് കൂടുതൽ അറിയാനും, അങ്ങനെ XUV 700 എന്നുള്ളൊരു താല്പര്യത്തിൽ നടന്ന് അതിൻ്റെ ഒരു ബ്ലാക്ക് എഡിഷനും കൂടെ ഇറങ്ങിയപ്പോൾ അത് ബുക്ക് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് താർ റോക്സ് ടീസ് ചെയ്ത കുറച്ച് സ്പൈ ഷോട്ട്സും ഒക്കെ കണ്ടിരുന്നു. അങ്ങനെ താർ റോക്സിലേക്ക് എത്താമെന്നൊരു തീരുമാനമായി. പക്ഷേ സ്റ്റിൽ വണ്ടി ഓഗസ്റ്റ് 15-നാണ് ലോഞ്ച് ചെയ്തതെങ്കിലും ഓഗസ്റ്റ് 12-ന് ഞാൻ പ്രീ ബുക്കിംഗ് ആയിട്ട് ചെയ്തു. അത് ഒഫീഷ്യൽ ബുക്കിംഗ് അല്ല, പ്രീ ബുക്കിംഗ് ആയിട്ട് നമുക്ക് പ്രയോറിറ്റി. അങ്ങനെ അന്നേ ബുക്ക് ചെയ്തതാണ്. അന്ന് ടോപ്പ് എൻഡ് ആണ്, AX7 ലക്ഷറി എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് ബുക്ക് ചെയ്തത്. അത് ബുക്ക് ചെയ്യാനുള്ള റീസൺ ഒരു 360-ഡിഗ്രി ക്യാമറ കിട്ടുക എന്നുള്ള ഒറ്റ ഫാക്ടർ കൊണ്ട് മാത്രമാണ്. കണക്ടിവിറ്റി അതിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ 360 ക്യാമറ ക്രാക്ക് ചെയ്യാൻ പലർക്കും ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഓപ്ഷൻ എടുക്കാം എന്നുള്ളൊരു തീരുമാനം അത് മാത്രമായിരുന്നു. AX7 ലക്ഷറിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതെ. ഓക്കെ. പിന്നെ എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് സംഭവിച്ചത്, ഞാൻ ബുക്ക് ചെയ്ത ഇപ്പം കൊല്ലത്തെ പോപ്പുലർ മഹേന്ദ്ര ത്രൂ ആയിരുന്നു ആദ്യം ഞാൻ അവിടെ ഈ പ്രീ ബുക്കിംഗ് ചെയ്തത്. ഒക്ടോബർ 3-നാണ്, അതായത് വീണ്ടും ഒരു 1.5 മാസം കൂടെ കഴിഞ്ഞിട്ട് ഒക്ടോബർ 3-നാണ് ഒഫീഷ്യൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അവിടുന്ന് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒത്തിരി വെയിറ്റ് ചെയ്തു, അവരോട് ചോദിച്ചു. പക്ഷേ എക്സിക്യൂട്ടീവ് സൈഡിലൊക്കെ വളരെ നല്ല ഡീലിംഗും ഒക്കെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്കത് കിട്ടിയിരുന്നില്ല. പിന്നെ മഹേന്ദ്രയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു, അവരെ മെയിൽ ചെയ്തു. അങ്ങനെയാണ് ഒരു റെസ്പോൺസ് അവിടെ നിന്ന് വരുന്നതും. ആ റെസ്പോൺസിനെ ബേസ് ചെയ്ത് പിന്നെ ഷോറൂമിൽ നിന്ന് കോൺടാക്ട്
കോൾ വരുന്നു. വണ്ടി അങ്ങനെയല്ല, സെർവർ ഇഷ്യൂസ് ആണ്. ഒരുപാട് ബുക്കിംഗ് വന്നിരുന്നു ഈ ഒക്ടോബർ 3-നൊക്കെ. എത്രയോ റെക്കോർഡ് ബുക്കിംഗ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് സെർവർ ഇഷ്യൂ ആണ്, നിങ്ങളുടെ ബുക്കിംഗ് ഓൾറെഡി ആയിട്ടുണ്ട്. സോ ഒക്ടോബർ ലാസ്റ്റിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങളുടെ വണ്ടി ഡെലിവറി തരും എന്നൊരു അഷുറൻസ് ഷോറൂം സൈഡിൽ നിന്നും തന്നിരുന്നു. അപ്പം അതിനെ ബേസ് ചെയ്ത് കാത്തിരുന്നു. ഉണ്ടായിരുന്ന വണ്ടിയും വിറ്റ് അങ്ങനെ കാത്തിരുന്ന് വിളിക്കുമ്പോഴും അവർ പറയും ഇപ്പം വണ്ടി തരും, ഇപ്പം നെക്സ്റ്റ് വീക്ക് തരും, 4 ദിവസം ഒക്ടോബറിൽ വണ്ടി ഉടനെ കയറുന്നുണ്ട്, ഇപ്പം തരും, നിങ്ങൾ എന്തായാലും പ്രയോറിറ്റിയിലുള്ളതല്ലേ എന്ന്. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് വണ്ടി വരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന വണ്ടി ഞാൻ വിറ്റു. അങ്ങനെ വെയിറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെയോ പണി പാളുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ പല ഷോറൂമുകളിലും വിളിച്ചന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും വലിയ ബുക്കിംഗ് പീരീഡാണ് പറഞ്ഞത്. നമുക്ക് ഈ പ്രയോറിറ്റി ഉള്ളൊരു സ്ഥലത്ത് ഡിപ്പെൻഡ് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനായി. അവരാണ് പ്രോപ്പറായിട്ടൊന്നും പറയുന്നില്ല, ഒരു അഷുറൻസും പറയുന്നില്ല. നവംബർ MX5 വേരിയൻ്റൊക്കെ അവർ ഒരുപാട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഞാൻ പറഞ്ഞ AX5 ലക്ഷറി അല്ലെങ്കിൽ AX7 ലക്ഷറി 2 വേരിയൻറ്റിൽ ഏതായാലും കുഴപ്പമില്ല എന്നുള്ളൊരു അഡാസ് വേണം എന്നുണ്ടായിരുന്നു. പലർക്കും അഡാസിൻ്റെ ഒരു ഇത് നെഗറ്റീവ് പറയുമ്പോഴും എനിക്ക് അഡാസ് വേണം എന്ന് തന്നെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി കാത്തിരുന്നു. അവസാനം ഡിസംബർ വരെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, വണ്ടിയില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടി. ആ സമയത്ത് എനിക്ക് മനസ്സിലായി ലൈക്ക് ഇനിയും നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മറ്റൊരു ഡീലറിൽ ഞാൻ ബുക്കിംഗ് ഇടും. അത്രയും നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അവസാനം ബുക്കിംഗ് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്തു. അതിന് മുമ്പേ പറയുന്നത് കേട്ടിരുന്നു, മുമ്പേ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, അതായത് ഈ സമയത്ത് തന്നെ ഈ സെയിം വേരിയൻസ് ഒക്കെ ഡെലിവറിയും ചെയ്തിരുന്നു. അവർ ഞാൻ ബുക്ക് ചെയ്ത സെയിം വേരിയന്റ് തന്നെ പലതും ഡെലിവറി ചെയ്യുന്നതും നമ്മൾ ശ്രദ്ധയിൽ പെട്ടു. അപ്പോൾ അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് ആകെ ഒരു സങ്കടമായി. ഇപ്പോൾ നമ്മൾ ഇനി അവരെ അത് വെയിറ്റ് ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല. നമ്മൾ എന്താ പറയുക, ഒരു എക്സോസ്റ്റഡ് ആയി ഒരുപാട്. അങ്ങനെ പിന്നെ അവസാനം ഞാൻ അവിടുന്ന് ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യുന്ന എന്താന്ന് പോലും അവർ ഇതുവരെ ചോദിച്ചിട്ടില്ല. അത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് ഏറ്റവും ആദ്യം റോക്സ് അവിടെ ബുക്ക് ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും അവരത് ചോദിച്ചില്ല. കാരണം അവർക്ക് ഓക്കെ, നിങ്ങൾ പോയ അടുത്ത ആൾ എന്നുള്ള ഇഷ്ടംപോലെ പേരുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ പിന്നെ ട്രിവാൻഡ്രത്തുള്ള CBC മഹേന്ദ്ര എന്ന് പറഞ്ഞ ഡീലർ ത്രൂ ബുക്ക് ചെയ്ത് അവിടുന്നാണ് ഈ AX5 ലക്ഷറി വേരിയന്റ്. എനിക്ക് അവിടെ വെയിറ്റിംഗ് പീരീഡ് ഇത്രയൊന്നും പറഞ്ഞില്ല. വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ വന്നൊരു ഫ്രീ സ്റ്റോക്ക് വണ്ടിയിൽ നിന്ന് ഞാനിങ്ങനെ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ അത് തന്നു. അപ്പോൾ ആദ്യത്തെ മറ്റേ ബുക്കിംഗ് എമൗണ്ട് ഒക്കെ പ്രോപ്പർ റിഫണ്ട് ആയി കിട്ടി. അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് എത്ര നാൾ വെയിറ്റ് ചെയ്തു. സോ ഓഗസ്റ്റിൽ ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നത് ജനുവരിയിലാണ്. അതെ. സെക്കൻഡ് ബുക്കിംഗ് കൊടുത്തിട്ട് എത്ര നാൾക്കുള്ളിൽ കിട്ടി? സെക്കൻഡ് ബുക്കിംഗ് കൊടുത്തൊരു 15-30 ഡേയ്സിനുള്ളിൽ കിട്ടി. 15-20 ഡേയ്സ്. കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണ് ഇത് സ്വന്തമാക്കുന്നത്. ഇനി ഇതിന്റെ പ്രൈസ് എത്ര? ഇതിന്റെ പ്രൈസ് വന്നത് 23.5 lakhs ആണ് പ്രൈസ് വന്നത്. 4x2 വേരിയന്റ് ആണ്. ഓക്കെ, ഞാൻ അവിടെ ബുക്ക് ചെയ്ത് AX7 ലക്ഷറി 4x4 വേരിയന്റ് ആയിരുന്നു ആദ്യം. കാരണം എടുക്കുമ്പോൾ ഫുള്ളി കേപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെ എടുക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഓക്കെ, എല്ലായിടത്തും പോകണം, നമ്മുടെ ട്രാവലും ആ രീതിയിലാണ്, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട് സർക്കിളും ആണ്. അപ്പം പൊതുവെ അങ്ങനെ 4x4 വണ്ടി തന്നെ എടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ പ്രൈസ് ഡിഫറൻസ് അതിന് 30 lakhs ഭയങ്കരമായിരുന്നു. അത് 29 lakhs 29 point something lakhs ആണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ്. ഇത് 23. ഏകദേശം 7 lakhs പ്രൈസ് ഡിഫറൻസ് വന്നു. 4x2 ഒരു വേരിയന്റും താഴ്ന്നു. 4x2 4x4 എന്നുള്ള വ്യത്യാസവും കൂടിയുണ്ട് മാറി. അങ്ങനെ പിന്നെ പ്രധാന വ്യത്യാസം ശരിക്കും MX5-ൽ നിന്ന് ഇതിന്റെ ഒരു വ്യത്യാസം പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി. ഓക്കെ, MX5 എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി എത്ര രൂപ വ്യത്യാസമുണ്ട്? 21 22 50,000 റേഞ്ച് ആണ് വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട്. പക്ഷേ ഇതിൽ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതെന്ന് വെച്ചാൽ ADAS കിട്ടും, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ കിട്ടും, all 4 ഡിസ്ക് ബ്രേക്ക് കിട്ടും. അതിൽ എനിക്ക് തോന്നുന്നു 2 ടയർ മാത്രമേ ഡിസ്ക് ബ്രേക്ക് ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ all 4 ഡിസ്ക് ബ്രേക്ക് കിട്ടും. പിന്നെ നമുക്ക് അഡ്നോക്സ് കണക്ടിവിറ്റി ഇതിൽ കിട്ടും. അങ്ങനെ അതൊക്കെയാണ് പ്രധാനമായിട്ടും. 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ് താർ റോക്സിൽ അല്ലേ? അതെ. ഭയങ്കര വാല്യൂ ആയിട്ടാണ് എനിക്ക് അത് തോന്നുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ AX5 ലക്ഷറിയിൽ കിട്ടും. സോ വാല്യൂ ഫോർ മണി വേരിയന്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ബുക്കിംഗ് പീരീഡിൽ കുറേ സ്ട്രഗിൾസ് പലർക്കും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസും താഴെ കമൻറ്റ് ചെയ്യാം. ഓരോ ഡീലേഴ്സ് ഡിപ്പെൻഡ് ചെയ്തത് മാറും. ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് ഒത്തിരി ലേറ്റ് ആവുന്നു. ഓക്കെ, അതൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പം ഇത് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണെന്ന് ബ്രോയ്ക്ക് തോന്നിയോ? ബ്രോയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും. കാരണം AX7 ലക്ഷറി വേരിയന്റ് ബുക്ക് ചെയ്തിരുന്ന ഞാനാണ് AX5 ലക്ഷറിയിലേക്ക് എടുത്തത്. അപ്പോൾ
എനിക്ക് പക്ഷേ ഇന്നേ വരെ ഞാനിപ്പോൾ 2200 കിലോമീറ്റർ പ്ലസ് ഓടിച്ചു, ഇത്രയും ട്രാവൽ ചെയ്തു. എനിക്ക് ഇന്നേ വരെ അതിൽ 1% പോലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല. ശരി. ഒരു ഫുൾ ഓഫ് അത് എടുത്തില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. കാരണം അതിലിപ്പോൾ ഒരു പെനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, ഇതിനകത്തൊരു നോർമൽ സൺറൂഫാണ്. ദാറ്റ്സ് ഗുഡ് ഇനഫ്. എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ ഇത് ഓപ്പൺ ആക്കാറുണ്ടോ? ഓപ്പൺ ആക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്തപ്പോഴൊക്കെ ഓപ്പൺ ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാ 360 ക്യാമറ വെച്ച് എൻ്റെ ഫ്രണ്ട് പ്രവീണൊക്കെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ അത് യൂസ്ഫുൾ ആണ്. പക്ഷെ നമ്മുടെ നോർമൽ ക്ലൈമറ്റിൽ അത് യൂസ്ഫുള്ളേ അല്ല. സോ പിന്നെ മാത്രമല്ല, പെനോറമിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഹാർഡ് ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് ചൂടും കുറവാണ് താഴോട്ടുള്ള. അപ്പോൾ അത് ഒന്ന്. പിന്നെ ഹെർമാൻ കാർഡറോണിന്റെ ഓഡിയോ സിസ്റ്റമാണ് X7 ലക്ഷറി. പക്ഷെ ഒരു 6 സ്പീക്കർ ഡീസെന്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റം നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ 360 ഡിഗ്രി ക്യാമറ, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി X7 ലക്ഷറി വേരിയന്റ് എടുക്കുമ്പോൾ. അപ്പോൾ അത് കാരണം വണ്ടിയുടെ ഒരു വലിപ്പവും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത്രയും ടേണിംഗ് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് വിസിബിലിറ്റി വരുമോ. എൻ്റെ വൈഫും ഡ്രൈവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് X7 ലക്ഷറി എന്ന് പറഞ്ഞൊരു വേരിയന്റ്. 360 ക്യാമറ വേണമെന്നുള്ള ഒരേ ഒരു ആവശ്യമായിരുന്നു. പക്ഷെ എനിക്ക് ഇത്രയും ദിവസമായിട്ട് എനിക്ക് അത് കൊണ്ടൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. നെസ് ക്രോസ് എങ്ങനെ ഞാൻ യൂസ് ചെയ്തിരുന്നോ അതിലും ഈസി ആയിട്ട് എനിക്കിത് കൊണ്ടുപോകാനും സിറ്റി കമ്മ്യൂണിറ്റി മൊത്തം ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പം നോർമൽ ചെറിയ റോഡുകളിലൊക്കെ തിരിക്കണം തോന്നി കഴിഞ്ഞാലോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ എൻ്റെ പഴയ കാറിനെ അപേക്ഷിച്ച് അതിലും വളരെ ഈസി ആയിട്ട് ടേണിംഗ് റേഡിയസ് ഇതിന് കിട്ടുന്നുണ്ട്. യൂട്ടേൺസ് ഒക്കെ കൊച്ചി കൂടെ ഒക്കെ പോകുമ്പോൾ വളരെ ഈസി ആയിട്ട്. ട്രാഫിക്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. സിറ്റി ട്രാഫിക്കിലും ബുദ്ധിമുട്ടിയിട്ടില്ല, നാരോ റോഡ്സിലും ബുദ്ധിമുട്ടിയിട്ടില്ല, ഒന്നുമില്ല. തിന്നി ഓടിച്ചിട്ടുണ്ടോ? ജിംനി ഓടിച്ചിട്ടുണ്ട്. അതിന്റെ ടേണിംഗ് റേഡിയസ് വളരെ കുറവാണ്. എങ്ങനെ തോന്നി? ഭയങ്കര ഡിഫറൻസ് ആണ്. തിരിയില്ല, നല്ല പാടാണ് തിരിഞ്ഞു കിട്ടാൻ. ഓക്കെ. അതാണ് പെട്ടെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അല്ലേ? അതെ. ഓക്കെ. ഇനി വണ്ടിയുടെ കംഫർട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. എങ്ങനെ തോന്നുന്നു? താർ റോക്സ് ഒരു ഫാമിലി കാറായിട്ടോ പ്രൈമറി കാറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബ്രോയുടെ യൂസ് അനുസരിച്ച് ഡെയിലി പർപ്പസ് ആണ്, സിറ്റി കൂടെ കുറേ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതിനൊക്കെ എങ്ങനെ വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നു? ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഞാൻ ഒരിക്കലും ഒരു റെയർ വീൽ വണ്ടിയിൽ നിന്ന് ഇത്രയും കംഫർട്ട് പ്രതീക്ഷിച്ചില്ല. ഇത് പ്രതീക്ഷ അല്ല ഞാൻ എടുത്തത്. കുറച്ചും കൂടെ ഒരു റഫ് ആയിരിക്കും, കുറച്ചും കൂടെ ഹാർഡർ സസ്പെൻഷൻ ആയിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ തന്നെ എടുത്തു. പക്ഷേ ഭയങ്കരമായിട്ട് എന്നെ ഞെട്ടിച്ചു ഈ വണ്ടിയുടെ ഒരു കംഫർട്ട്. മാത്രമല്ല, ഞങ്ങൾ ലോങ് യാത്ര, ഇപ്പോൾ തേക്കടിയൊക്കെ ഞങ്ങൾ പോയിരുന്നു. അപ്പം ഞാനും വൈഫും എൻ്റെ അമ്മയും സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അത്യാവശ്യം പ്രായമുള്ളതാണ്. അപ്പം ഞങ്ങളുടെ പഴയ കാറിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമ്മയ്ക്കൊക്കെ വളരെയധികം കംഫർട്ടാണ് ഇതിൻ്റെ റിയർ സീറ്റിൽ പറഞ്ഞത്. അതായത് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളൊരു രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ വണ്ടി എടുക്കാൻ നേരത്ത് ഈ പറഞ്ഞ സ്കോർപിയോ എൻ അതൊരു സംശയമുള്ള കാര്യമാണ് പലർക്കും. സ്കോർപിയോ എൻ എടുക്കണോ അതോ താർ റോക്സ് എടുക്കണോ എന്നുള്ളത്. സിമിലർ സസ്പെൻഷൻ കാര്യങ്ങൾ സെറ്റപ്പ് എല്ലാം വരുന്നു. അപ്പം അത് യൂസ് ചെയ്തോ? ഓടിച്ചോ? ഞാൻ യൂസ് ചെയ്തിരുന്നു, സ്കോർപിയോ എൻ യൂസ് ചെയ്തിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി സ്കോർപിയോ എൻ എടുത്തിരുന്നു. അപ്പം എനിക്ക് പക്ഷെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. ടോട്ടലി അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. താർ റോക്സ് എന്ന് തന്നെ ആയിരുന്നു എൻ്റെ ആദ്യമേ തൊട്ടുള്ള തീരുമാനം. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 7 സീറ്റർ വണ്ടിയുടെ ഒരു ആവശ്യം എനിക്കില്ലായിരുന്നു. പിന്നെ ഉള്ള 5 സീറ്റർ ആണെങ്കിൽ വളരെ, ഇപ്പം താർ റോക്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ കംഫർട്ടബിളാണ്, നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് സീറ്റ് കുറച്ചും കൂടെ ബാക്കിലേക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. സോ നല്ലൊരു റൈഡും കംഫർട്ടും അത് തരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു സീറ്റ് ഹൈറ്റ് പൊസിഷനും കുറച്ചും കൂടെ നമുക്കൊരു റോഡ് ഡോമിനൻസും ഒക്കെ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു എല്ലാത്തിലും ഉപരി നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ആ വണ്ടിയുടെ ഒരു പുതുമയും ഒരു ഫാക്ടറാണല്ലോ. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെ എടുക്കണം. ആളുകൾ വന്ന് ചോദിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. വണ്ടി ആദ്യം കൊണ്ടുവരുന്ന സമയത്തൊക്കെ പലരും വണ്ടിയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഇത് പഴയ താറ് വലിച്ചു നീട്ടിയതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചവരെല്ലാം ഞാൻ ഇതിലൊന്ന് കയറ്റി ഇരുത്തി ജസ്റ്റ് ഒന്ന് പോയിട്ടൊക്കെ ആ അഭിപ്രായം അപ്പോൾ അവർക്ക് മാറി. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ അല്ല. ഫസ്റ്റ് തിങ്, രൂപത്തിലും പേരിലും ഉള്ള ഒരു സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ. പുതിയ പ്ലാറ്റ്ഫോമാണ്, പുതിയ സസ്പെൻഷനാണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ്. ഡ്രൈവ് ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമാണ്. സ്റ്റിയറിംഗ് ഒക്കെ വളരെ ലൈറ്റാണ്. ആർക്കും വളരെ ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അതിൻ്റെ ഒരു കൺട്രോൾ സിസ്റ്റവും ഒക്കെയാണ്. നമ്മൾ റീസെൻ്റ്ലി ഒരു ലേഡി യൂസറിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്തും പറഞ്ഞിരുന്നത് ഈ സ്റ്റിയറിങ്ങിൻ്റെ കാര്യവും വണ്ടി മാനുവർ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണെന്നുള്ള കാര്യമൊക്കെയാണ് കൂടുതലും പറഞ്ഞിരുന്നത്. ഓക്കെ. സോ ഇതിൻ്റെ സിറ്റി കംഫർട്ടൊക്കെ പറഞ്ഞു. ഇനിയും ലോങ് ഡ്രൈവ് കംഫർട്ടിനെ പറ്റി ചോദിക്കുകയാണ്. ലോങ് ഡ്രൈവ്സിൽ
എത്ര കിലോമീറ്റേഴ്സ് വരെ ബ്രോ ലോങ് പോയിട്ടുണ്ട് മാക്സിമം? ഞാനൊരു 197 200 കിലോമീറ്റേഴ്സോളം വൺ സൈഡ് ഡ്രൈവ് വരുന്ന രീതിയിൽ ഇവിടുന്ന് തേക്കടി വരെയൊക്കെ പോയി, കമ്പം, തേനി അവിടെ വരെ പോയി. അതിൻ്റെയൊക്കെ ഒരു കംഫർട്ട് വളരെ നല്ല കംഫർട്ടാണ്. കുമളി ചുരം ഇറങ്ങുമ്പോഴുള്ള ബോഡി റോളിങ്ങും ഒക്കെ എങ്ങനെയാണെന്ന്? ബോഡി റോളൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും വളരെ കുറവാണ്. ഓക്കെ, പിന്നെ ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു റെയർ വീൽ ഡ്രൈവ് വണ്ടിയാണ്, അപ്പൊ അതിന് അതിൻ്റെതായ ഒരു ബോഡി റോൾ ഉണ്ടാകും, അത് എക്സ്പെക്റ്റഡും ആണ്. പക്ഷെ അത്ര നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബോഡി റോൾ അല്ല, നമുക്ക് സട്ടിൽ ആയിട്ടുള്ള ബോഡി റോൾസേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയൊക്കെ ബാക്ക് സീറ്റിലിരുന്ന് ഇത്രയും ദൂരം പോയിട്ടും അവർക്ക് യാതൊരു ക്ഷീണോ ബുദ്ധിമുട്ടോ, സാധാരണ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളതാണ്, ഇതിൽ യാതൊരു ബാക്ക് പെയിനും ഇത്രയും ട്രാവൽ ചെയ്തതായിട്ട് പോലും ഫീൽ ചെയ്തില്ല എന്ന അമ്മയൊക്കെ പറഞ്ഞു. കമ്പയർ ചെയ്യുന്നത് ഒരു ക്രോസ് ഓവറിനെ പറ്റിയാണ്, ക്രോസ് ഓവറിനെ വെച്ചിട്ടാണ് അല്ലേ, ക്രോസിനെ വെച്ചിട്ടാണ്. നല്ല റൈഡ് കംഫർട്ടും ട്രാവൽ കംഫർട്ടും ഉള്ള വണ്ടിയാണത്. അതിനെ വെച്ചിട്ടും അതിനെ വെച്ച് ഭയങ്കര നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ഫീൽ ചെയ്ത് തോന്നിയിട്ടുള്ളത്, ഫാമിലി കാർ എന്നുള്ള നിലയ്ക്ക്. ഓക്കെ. അതുപോലെ ആ ഒരു ഡ്രൈവിൽ കിട്ടിയ ഫ്യൂൽ എഫിഷ്യൻസി എങ്ങനെ ഉണ്ടായിരുന്നു? ലോങ് ഡ്രൈവ് ചെയ്ത സമയത്ത് ഒരു 12 to 13 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ എന്ന് കിട്ടിയിരുന്നു. ഫസ്റ്റ് സർവീസ് ആയിട്ടില്ലായിരുന്നു, അതിന് മുന്നേ തന്നെ ഒരു 12 to 13 കിലോമീറ്റേഴ്സ് അന്ന് കിട്ടിയിരുന്നു. സിറ്റിയിൽ കിട്ടുന്നതോ? സിറ്റിയിൽ ഒരു 9.5 to 11 ആ ഒരു റേഞ്ചിലൊക്കെയാണ് സിറ്റിയിൽ കിട്ടുന്നത്. ഇതുവരെ ഡിസ്പ്ലേയിൽ കാണിച്ചതല്ലാതെ ടാങ്ക് ടു ടാങ്ക് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ചെയ്തില്ല, പക്ഷേ ഡിസ്പ്ലേയിൽ കാണിച്ചതിനെക്കാട്ടിലും കുറച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കാട്ടിലും ഒരു 0.5 അല്ലെങ്കിൽ ഒരു 1 കിലോമീറ്റർ കുറച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഏകദേശം ആക്യുറേറ്റ് ആയിരിക്കും അത്. ആ ഒരു കാര്യം മൈലേജിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, ഫസ്റ്റ് സർവീസ് ചെക്കപ്സ് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? സർവീസ് സൈഡ് വളരെ നല്ലതായിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ പോപ്പുലർ മഹേന്ദ്രയുടെ കൊല്ലത്തെ സർവീസ് സെന്ററിൽ തന്നെയാണ് ഞാൻ ഫസ്റ്റ് സർവീസ് ചെയ്തത്. പക്ഷെ വളരെ നല്ല സർവീസ് ആയിരുന്നു, നല്ല ഡീലിംഗ് ആയിരുന്നു, പൂർണ്ണ തൃപ്തിയാണ്. സെയിൽസ് ബെറ്റർ അല്ലായിരുന്നു, സർവീസ് ബെറ്റർ ആണല്ലേ? സാധാരണ തിരിച്ചാണ് വരാറുള്ളത്. സെയിൽസ് അവരുടെ അപ്രോച്ച് നല്ലതാണ്, അവരുടെ ഡീലിംഗ് ഒക്കെ നല്ലതാണ്, പക്ഷെ നമുക്ക് സംഭവിച്ചത് ഇതാണ്, ശരിക്കും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്ര ബുക്കിങ്ങോ അങ്ങനെ കൺഫ്യൂഷൻ ആയി കാണും അവര്, അങ്ങനെ സംഭവിച്ചതാകാം, അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, അതൊക്കെയാണ് വണ്ടിയുടെ പെട്ടെന്നൊരു വാക്ക് അറൗണ്ട് പോലെ നമ്മൾ സംസാരിച്ചത്. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനി വണ്ടിയുടെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ തോന്നി ഈ ഒരു ക്വാർട്ടർ ഗ്ലാസും അല്ലെങ്കിൽ ആ ഒരു റിയർ ഡിസൈൻ ഒക്കെ എങ്ങനെ ഫീൽ ചെയ്തു പേഴ്സണലി? ഓക്കെ, ക്വാർട്ടർ ഗ്ലാസിന്റെ ഡിസൈൻ ആദ്യം അത്ര ഇഷ്ടമായില്ല. ഫസ്റ്റ് ഇമേജസും വീഡിയോസ് ഒക്കെ വന്ന സമയത്തൊട്ടും ഡൈജസ്റ്റ് ആകാനൊരു സംഭവമാണ് ക്വാർട്ടർ ഗ്ലാസ് ഡിസൈൻ. പക്ഷെ ലേറ്റർ ആ ബ്ലാക്കിൽ അത് വളരെയധികം കണ്ട് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് ചേരുമെന്ന് തന്നെ തോന്നി. പിന്നെ എനിക്ക് ആദ്യമേ തന്നെ വണ്ടിയുടെ ഇമേജസ് കണ്ടപ്പോഴേ തോന്നിയതാണ് ആ ക്വാർട്ടർ ഗ്ലാസിനെ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്യണമെന്ന്. അപ്പം ഞാനത് ഫസ്റ്റ് വണ്ടി എടുത്തിട്ട് ആദ്യം ചെയ്തതാണ്, ആ ബ്ലാക്ക് സ്റ്റിക്കറിങ് ആ ക്വാർട്ടർ ഗ്ലാസ്സിൽ ചെയ്തു. ബട്ട് ഇപ്പോൾ അത് കണ്ട് ഇപ്പോൾ വൈറ്റിലാണെങ്കിലും ബ്ലാക്കിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ അത് കാണുമ്പോൾ അങ്ങനെ ഒരു ഓക്വേർഡ് ഫീൽ ആദ്യം തോന്നിയിരുന്ന പോലെ ഇപ്പോൾ ഒട്ടും തന്നെ തോന്നുന്നില്ല. ഓക്കെ. പിന്നെ ടയർ കാര്യങ്ങൾ മീൻസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? എന്തെങ്കിലും അപ്ഗ്രേഡ്സ് വരുത്താനുള്ള താല്പര്യമുണ്ടോ? ഗ്രില്ലോ അല്ലെങ്കിൽ എന്തൊക്കെ തോന്നിയിട്ടുണ്ട്? എനിക്ക് ആദ്യം വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് ഗ്രിൽ അപ്ഗ്രേഡ് ചെയ്യണം, ഫ്രണ്ട് ബമ്പർ അപ്ഗ്രേഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പ്ലാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആസ് ഓഫ് നൗ ഇത് യൂസ് ചെയ്തിട്ട് ഈ ഒരു വണ്ടിയുടെ ഐഡന്റിറ്റിയെ നഷ്ടപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. ഒന്ന്, പിന്നെ രണ്ട്, ടയർ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് വെച്ചിരുന്നു. കാരണം ഇതിൻ്റെ ഒരു 4x2 വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഹൈവേ ടെറൈൻ ടയേഴ്സ് ആണ്, ഓൾ ടെറൈൻ അല്ല. ഞാൻ കുറച്ചൊക്കെ ഓഫ് റോഡുകൾ പോകുന്നതാണ്, എക്സ്ട്രീം ഓഫ് റോഡ്സ് അല്ല എങ്കിലും കുറച്ചൊക്കെ ഓഫ് റോഡുകൾ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ടെറൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ നല്ലൊരു ഓഫ് റോഡ് റീസെൻ്റ്ലി പോയിരുന്നു. ഒരു റോക്ക്വുഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ പ്യുവർ ഓഫ് റോഡാണ്, 4x4 വണ്ടികൾ മാത്രം പോകുന്നൊരു സ്ഥലമാണ്. അവിടെ ഞാനൊരു റിസ്ക് എടുത്തിട്ടാണ് ഇതും കൂടെ കൊണ്ടുപോയത്. വേറെ 4x4 4x4 താർ ഉണ്ടായിരുന്നു, ഒരു ഫോറസ്റ്റിന്റെ പഴയ ഒരു മഹേന്ദ്ര 4x4 താറും ഉണ്ടായിരുന്നു, നമ്മുടെ 3 ഡോർ താറും ഉണ്ടായിരുന്നു 4x4. അപ്പോൾ അതെല്ലാം 4x4 മോഡിൽ തന്നെയാണ് അവർ ഓടിച്ചത്. പക്ഷേ ഇത് 4x2 നമുക്ക് ആ റോഡൊക്കെ കാണുമ്പോൾ ഭയമോ ഇത് പോകുമെന്ന് തോന്നുമെങ്കിലും വളരെ ഈസിലി ഇത് ക്ലൈംബ് അപ്പ് ചെയ്ത് പോവുകയും നമുക്ക് ഇറങ്ങിയൊക്കെ ഒരു ടയർ റൊട്ടേഷൻ പോലും ഒരു സ്കിഡിങ്ങോ ഒന്നും ഉണ്ടാകാതെ ഭയങ്കര ഈ വണ്ടിയിൽ ഇത്ര ഒരു കോൺഫിഡൻസ് വന്നത് ആ യാത്രയ്ക്ക് ശേഷമാണ്. ഈ 4x2 ഗുഡ് ഇനഫ് ആണ് എന്നൊരു ഫീല്. 4x4 എടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കുന്നവർ ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക,
അതിന്റെ ഫുട്ടേജസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യാം ഉണ്ടെങ്കിൽ. അത് ഡാഷ് ക്യാമിലുള്ളതാ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇൻസ്റ്റാ 360 ഓക്കെ നമുക്ക് ഉള്ള ഫുട്ടേജസ് നമ്മൾ എന്തായാലും വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഡ്രൈവിലാക്കിട്ടാ. ഓക്കെ. സോ ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ പോരായ്മകളെ പറ്റി അറിയാനാണ്. കുറേ പേര് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ചെറിയ ചെറിയ കുറച്ച് കംപ്ലയിൻസും ചില ഫേക്ക് വീഡിയോസൊക്കെ ഉണ്ട് ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തവരുണ്ട്, അല്ലെങ്കിൽ ചിലരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ട് ക്യാൻസൽ ചെയ്തവരുണ്ട്. സോ എന്തൊക്കെ നെഗറ്റീവ്സ് ബ്രോയ്ക്ക് ഇത്രയും നാളിതിൽ കണ്ടുപിടിക്കാൻ ഫീൽ ചെയ്തിട്ടുണ്ട്? എനിക്കങ്ങനെ ഞാനും ഈ വീഡിയോസൊക്കെ ഞാനും കണ്ടിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള യാതൊരു ഇഷ്യൂസും എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് വന്നിട്ടില്ല. അതായത് പാനൽ ഗ്യാപ്സിന്റെ കണ്ടു, ഓയിൽ സ്പിൽ ഔട്ടിന്റെ കണ്ടു, അങ്ങനെ കുറേ ഇഷ്യൂസ് കണ്ടിരുന്നു. അല്ലെങ്കിൽ സസ്പെൻഷൻ ഇഷ്യൂസ് കണ്ടിരുന്നു. അത്തരം ഇഷ്യൂസ് ഒന്നും തന്നെ എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാനിപ്പോൾ എല്ലാ ടെറൈൻസിലൂടെ ഓടിച്ചു, പല റോഡ് കണ്ടീഷൻസിലും പോയി. എനിക്ക് അങ്ങനെ ഫീലിങ്ങുകൾ വന്നിട്ടില്ല. എങ്കിൽ തന്നെ എനിക്ക് നെഗറ്റീവ്സ് അല്ലെങ്കിൽ പോരായ്മകളായിട്ട് കോടയല്ല ഗൈസ്, പൊടിയാണ്. ഓക്കെ, നെഗറ്റീവ്സ്. അപ്പോൾ എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ഒന്ന്, ഈ മഹേന്ദ്ര ഇത്രയൊക്കെ ഇംപ്രൂവൈസ് ചെയ്തെങ്കിൽ ഇവരുടെ പെയിൻ ക്വാളിറ്റിയിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഗ്രാഫൈൻ കോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ ആദ്യം ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് അവിടെ ഇവിടെ ചെറിയ പെയിൻ കട്ടുകളൊക്കെ ഉണ്ട്. അത് ട്രാൻസ്പോർട്ടേഷനിൽ വന്നതാണോ അതോ കമ്പനിയിൽ നിന്ന് അങ്ങനെ തന്നെയാണോ വരുന്നതെന്നുള്ളത് അറിയില്ല. പിന്നെ പ്രധാനമായിട്ട് വന്നൊരു റോക്സിലേക്ക് അവർ കൊണ്ടുവന്നൊരു അപ്ഗ്രേഡാണ് ഓട്ടോമാറ്റിക് ഫ്യൂൽ ടാങ്ക് ഓപ്പണിംഗ്. ഈ സംഭവം പലപ്പോഴും സ്റ്റക്കായിട്ടുണ്ട്. അതായത് നമ്മൾ ഫ്യൂൽ അടിക്കാനായിട്ട്, ഡീസൽ ഫിൽ ചെയ്യാനായിട്ട് പമ്പിൽ ചെന്ന് ഇതിനൊരു ബട്ടണാണ്, ലിവർ അല്ല, ഒരു ബട്ടണാണ് പ്രസ് ചെയ്യുന്നത്. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ആകാത്ത സിറ്റുവേഷൻസ് പലപ്പോഴും വന്നിട്ടുണ്ട്. കുറേ വട്ടം ഞെക്കിയിട്ട് അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു വട്ടം ഞങ്ങളൊരു ലോങ് ഡ്രൈവ് പോകാൻ നേരത്ത് ഒരു ഫ്യൂൽ സ്റ്റേഷനിൽ ചെന്നു, എത്ര ഞെക്കിയിട്ടും തുറക്കുന്നില്ല. തൊട്ടടുത്തായിരുന്നു സർവീസ് സ്റ്റേഷൻ, സർവീസ് ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ടാണ് അവരത് ഇളക്കിയിട്ടാണ് പിന്നെ അത് റെഡിയാക്കിയത്. അപ്പോൾ പറഞ്ഞു എന്തോ അലൈൻമെന്റിലുള്ള ഇഷ്യൂ ആണ്, ഇനി വരില്ല എന്ന് പറഞ്ഞു. വീണ്ടും വന്നു, പക്ഷെ സ്റ്റക്കായില്ല. ആദ്യം ഞെക്കുമ്പോൾ വരില്ല, ഒരു 2-3 വട്ടമൊക്കെ ഞെക്കുമ്പോൾ അത് ഓപ്പൺ ആവും. അതിനെന്തെങ്കിലും ഒരു സെക്കൻഡറി ഓപ്ഷനും കൂടെ അറിയില്ല. മറ്റേ നമുക്കൊരു മെക്കാനിക്കൽ, ഒരു ലിവർ എന്ന് പറയുമ്പോൾ ഒരു മെക്കാനിക്കൽ ഫംഗ്ഷൻ ആണ് നമുക്ക് നോർമൽ കാറുകളിൽ വരുന്നത്. ഇതൊരു ബട്ടണിലേക്ക് ഇവരൊരു ഇലക്ട്രിക് ആണോ എന്ന് അറിയില്ല എനിക്ക്, അങ്ങനെ അതിൻ്റെതാണോ എന്നും അറിയില്ല. പക്ഷെ പലപ്പോഴും ആ സ്റ്റക്ക് ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അത് മറ്റാരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഫസ്റ്റ് ബാച്ച് വണ്ടികളുടേതെന്ന് വേണമെങ്കിൽ പറയാം. അതെ, കുറച്ച് ഇഷ്യൂസ് ആണ് ഇതൊക്കെ. വേറെ എന്തൊക്കെയാണ്? പിന്നെ പ്രധാനമായിട്ടുള്ളത് ഈ കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഈ ഹെഡർനോക്സ് കണക്ടിവിറ്റി പലപ്പോഴും ഈ ആപ്പിൾ കാർപ്ലേ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അത് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളതുമാണ്. പിന്നെ ഈ ഒരു 6 സ്പീക്കേഴ്സ് ഉണ്ട്. അത് ചില സമയത്ത് നമുക്ക് അതിൽ 2 സ്പീക്കർ മാത്രമേ അറ്റ് എ ടൈം വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും ഒന്ന് ഓഫ് ചെയ്ത് കുറച്ച് അടുത്ത റണ്ണിങ്ങിൽ ചിലപ്പോൾ വീണ്ടും കണക്ട് ആവും. പിന്നെ ഫോൺ ഡിസ്കണക്ട് ആയി, നമ്മൾ കോളിലൊക്കെ ആണെങ്കിൽ ഡിസ്കണക്ട് ആയി പോകുന്ന കണക്ടിവിറ്റി ഇഷ്യൂസ് ആണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. അങ്ങനെ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണോ മെയിൻ ഇഷ്യൂസ് ആയിട്ട്? ഇതൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാം എനിക്ക് 95% പോസിറ്റീവ്സ് മാത്രമേ വണ്ടി പറയാനുള്ളൂ. ബാക്കി 5% നെഗറ്റീവ്സ് ഉണ്ടല്ലേ? 5% ഈ പറഞ്ഞ കുഞ്ഞു കാര്യങ്ങളാണ്, വളരെ മൈനർ കാര്യങ്ങളാണ്. നമുക്ക് ലേറ്റർ ചിലപ്പോൾ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ആകാം. ഓക്കെ, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇല്ല. പിന്നെ ബ്രോ, ഡ്രൈവിങ്ങിൽ ഈ ചെറിയ റോഡ്സിൽ കൂടെ ഒക്കെ പോകുമ്പോഴും ഇപ്പം ഒന്ന് പെട്ടെന്ന് യു ടേൺ എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ നിർത്തി കുത്തിത്തിരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ തോന്നുമ്പോൾ വണ്ടിയുടെ ഡൈമെൻഷൻ ബോദർ ചെയ്യേണ്ടി വരാറുണ്ടോ? ഒരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്കതൊരു മേജർ കൺസേൺ ആയിരുന്നു. അപ്പം ഞാൻ ആദ്യം AX7 ലക്ഷറി വേരിയന്റ് ബുക്ക് ചെയ്യാനുള്ള പ്രധാന കാരണം 360-ഡിഗ്രി ക്യാമറ എന്ന് പറഞ്ഞ ഫാക്ടർ മാത്രമായിരുന്നു. അതായത് എഡർനോക്സ്, ഈ മഹേന്ദ്രയിലെ എഡർനോക്സ് കണക്ടിവിറ്റിയുടെ 360 ക്യാമറ ഇപ്പോഴും പലർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കമ്പനി സിസ്റ്റത്തിൽ തന്നെ 360 കൊടുക്കൽ ബുദ്ധിമുട്ടാണ്. അൺലൈക്ക് ഇപ്പോൾ ഹ്യുണ്ടായി, സുസുക്കി, ടാറ്റ വണ്ടികളിൽ കമ്പനി തന്നെ 360 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോവർ ഓപ്ഷനിൽ. പക്ഷെ എഡർനോക്സ് കണക്ടിവിറ്റി ആയതുകൊണ്ട് ഇവർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 360 ഇൻബിൽറ്റ് ഉള്ളൊരു വണ്ടി എടുക്കുകയുള്ള ഓപ്ഷൻ. ഇതിന്റെ ഡയമെൻഷൻ ഉണ്ട്. പിന്നെ എൻ്റെ വൈഫും ഡ്രൈവ് ചെയ്യും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രൈവ് ചെയ്യാൻ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വണ്ടി. അങ്ങനെ ഈ ഒരു 360 എന്ന് പറഞ്ഞ് നോക്കി നിന്ന ഞാനാണ് പിന്നെ AX5 ലക്ഷറി വേരിയന്റിൽ എക്സ്ട്രാ അത്രയും ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വന്നത്. അതെ. പക്ഷെ ഇത് എടുത്തിട്ട് ഇന്നേ വരെ ഈ ഇത്രയും നാളെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, ഈ മൊമെന്റ് വരെ എനിക്ക് 360യുടെ ഓരോ ആവശ്യവും തോന്നിയിട്ടില്ല. അത്രയും ചെറിയ ടേണിംഗ് റേഡിയസിൽ പോലും, അതായത് ഞാൻ മുന്നേ എസ്ക്രോസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്,
അതിലും ചെറിയ ടേണിംഗ് റേഡിയസിൽ ഇത് തിരിയും. അത് ശരി, ഇത്രയും വലുതായിട്ടും. പിന്നെ ആ വണ്ടി കൊണ്ട് നടക്കുന്നതിന് എസ്ക്രോസോ ഇതിലും ചെറുതാണ്, അതും കൊണ്ട് നടക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട്, ഭയങ്കര ഈസി ആയിട്ട് എനിക്കിത് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അതെ, ഡെയിലി യൂസ് ആണ്. ഞാൻ കൊല്ലം സിറ്റിയിൽ തന്നെയാണ് താമസിക്കുന്നത്, പ്രോപ്പർ സിറ്റി. അപ്പം ഈ സിറ്റി ട്രാഫിക്കിലും ചെറിയ നാരോ റോഡ്സും പിന്നെ എൻ്റെ സൈറ്റുകളാണെങ്കിലും എല്ലാം വളരെ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്, ചെറിയ റഫ് ടെറൈൻസ് ആണ്. എല്ലായിടത്തും ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് കൊണ്ടുപോകാനും ഇത് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ റോക്സിന്റെ ഏറ്റവും അട്രാക്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? റോക്സിലെ മറ്റൊരു കാര്യമാണ് ഇതിന്റെ ബൂട്ട് സ്പേസ്. നമുക്ക് 3 ഡോർ താർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാഹനമായിരുന്നു. പക്ഷെ എനിക്കൊരു ഫാമിലി യൂസിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് ഇതെന്റെ പ്രൈമറി കാറുമാണ്. അപ്പൊ എനിക്കൊരു എന്താ പറയാ, ഒരു ബൂട്ട് സ്പേസ് ഉള്ള, ഫാമിലിക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം എന്ന് നിർബന്ധമുള്ള, എന്നാൽ നമുക്ക് നല്ല റൈഡ് കംഫർട്ട് വേണം എന്ന ഈ ഫാക്ടേഴ്സ് എല്ലാം ഒത്തു വന്നൊരു വാഹനമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതിന്റെ ബൂട്ട് സ്പേസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വിശാലമായ ബൂട്ട് സ്പേസ് ആണ്. അപ്പോൾ ഈ വണ്ടി എടുത്ത ആ ഒരു നെക്സ്റ്റ് ഡേയ്സിൽ തന്നെയായിരുന്നു എൻ്റെ പുതിയ ഓഫീസിലേക്കുള്ള ഷിഫ്റ്റിംഗ് ഒക്കെ നടന്നത്. ഞങ്ങൾ മൾട്ടിപ്പിൾ ലോഡ് സാധനങ്ങളെല്ലാം ഇതിന്റെ ബൂട്ടിൽ തന്നെയാണ്, സീറ്റും ഫോൾഡ് ചെയ്തിട്ട്. ഒരുപാട് 60/40 അല്ല, 60/40 ആണ്, പക്ഷെ ഫ്ലാറ്റ് ബൂട്ടല്ല. നമ്മുടെ ഡിക്കി ബൂട്ട് സ്പേസുമായിട്ട് ഫ്ലാറ്റ് ആയിട്ടല്ല അത് ഫോൾഡ് ആവുന്നത്, 60/40 ആണ്. പക്ഷെ ഒരുപാട് സാധനങ്ങൾ, ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടും ഇത്രയും കപ്പാസിറ്റി ഉള്ളതുകൊണ്ടും ഒരുപാട് സാധനങ്ങൾ ഇതിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അതൊരു ബൂട്ട് സ്പേസ് ഒരു വളരെ അട്രാക്റ്റീവ് സംഭവമാണ്. അതെ. പിന്നെ റീക്ലൈനബിൾ സീറ്റ്, നമ്മുടെ ഈ ബാക്കിലെ സീറ്റ് ആണെങ്കിൽ അത്യാവശ്യം 3 പേർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ അതിനെ ഒരു സർട്ടൻ ഡിഗ്രി വരെ നമുക്ക് റീക്ലൈൻ ചെയ്യുകയും ചെയ്യാം. ലോങ് ട്രാവലിന് വളരെ നല്ലതാണ്. ബാക്കിൽ നിന്ന് ട്രാവൽ ചെയ്തോ? ബാക്കിൽ ഇരുന്ന് ട്രാവൽ ചെയ്തു, അത് ചെയ്ത് നോക്കി. ഫ്രണ്ട്സ് ഓടിച്ച സമയത്ത് ബാക്കിലിരുന്നു ട്രാവൽ ചെയ്തു. നോർമൽ SUVs കിട്ടുന്ന ഒരു കംഫർട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ തന്നെയാണ്. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഈ ഫ്രണ്ട് സീറ്റിലൊക്കെ ആയാലും എൻ്റെ ഇപ്പം ഞാൻ 6 ഫീറ്റ് ആണ് എൻ്റെ ഹൈറ്റ്. അപ്പം എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ടുള്ള ഒരു അണ്ടർ തൈ സപ്പോർട്ട് ഇതിൽ ഇല്ല, കമ്പയർഡ് ടു XUV 700 അത്രക്കില്ല. അപ്പം എന്തായാലും എനിക്ക് ഈ വൈറ്റ് ഇന്റീരിയേഴ്സിനോട് വലിയ താല്പര്യം ഉള്ള ആളല്ല. ആദ്യമേ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഫാക്ടറായിരുന്നു വൈറ്റ് ഇന്റീരിയേഴ്സ്. അപ്പോൾ അത് ലേറ്റർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ അണ്ടർ തൈ സപ്പോർട്ടും കൂടെ കൂട്ടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒന്നും മിസ് ചെയ്യുന്നില്ല? വെന്റിലേറ്റഡ് സീറ്റ് മിസ് ചെയ്യുന്നില്ല, സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുന്നില്ല. വെന്റിലേറ്റഡ് സീറ്റ് ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇതുവരെയുള്ളൊരു ട്രാവലിനകത്ത് എനിക്ക് വെന്റിലേറ്റഡ് സീറ്റ് മിസ് ചെയ്തില്ല. ഇനി ചൂട് വരുന്നുണ്ട് ആ സമയത്ത് ഒരു പക്ഷേ നമുക്കിപ്പോഴും ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ വെന്റിലേറ്റഡ് സീറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഈ പറഞ്ഞ AC കൂളിംഗ് എങ്ങനെ തോന്നുന്നു? AC കൂളിംഗ് വളരെ നല്ലതാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് കൂളാകും. നല്ലൊരു കൂളിംഗും നമുക്ക് കിട്ടുന്നുണ്ട്. ഫാസ്റ്ററുമാണ് അത്യാവശ്യം. റിയറിലും വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ അവരോടും ചോദിച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നവർക്കെല്ലാം നല്ല ഈവൻ ആയിട്ട് കൂളിംഗ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇല്ല. ഓക്കെ. പിന്നൊരു കാര്യം പ്രധാനമായിട്ടുള്ളത്, X7 ലക്ഷറിയിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് എക്സ്ട്രാ കിട്ടിയ 2 കാര്യങ്ങളാണ് ഈ ബോട്ടിൽ ഹോൾഡേഴ്സും സൺഗ്ലാസ് ഹോൾഡറും. സൺഗ്ലാസ് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പം സൺഗ്ലാസ് ഹോൾഡർ ഒരു മസ്റ്റാണ്. കൂടാതെ എക്സ്ട്രാ ക്ലിപ്സ് പോലും ഞാൻ സൺഗ്ലാസിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, അതുണ്ട്. പക്ഷെ അതൊരു ആഡ് ഓൺ ആണ്. X7 ലക്ഷറിയിൽ അതില്ല, അത് ഇതിൽ കിട്ടുന്നുണ്ട്. X7 ലക്ഷറി ഇല്ലാത്ത ഈ 2-3 കാര്യങ്ങൾ X5 ലക്ഷറിയിലുണ്ട് അല്ലേ? അതെ. പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് നല്ല ട്രാവൽ ചെയ്യുന്നതാണ്. അത്യാവശ്യം ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആളാണ്, ലോങ് ട്രാവൽസ് ചെയ്യുന്നതാണ്. ബോട്ടിൽ ഹോൾഡർ ഒരു ഭയങ്കര എസെൻഷ്യൽ സംഭവമാണ്. അപ്പൊ അതും ഇതിൽ കിട്ടുന്നുണ്ട്. X7 ലക്ഷറിയിൽ അതിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് ഇല്ല. അത് താറിൽ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. അത് റോക്സ് വന്നപ്പം ടോപ്പ് വേരിയന്റിൽ എന്തുകൊണ്ട് അവർ കൊടുത്തില്ല, അത് ഞാനും നോട്ട് സ്പീക്കേഴ്സ് വരുന്നത്. ഹെർമാൻ കാർഡറോന്റെ സ്പീക്കേഴ്സ് ആണ് ബോട്ടിൽ ഹോൾഡറിന്റെ സ്ഥാനത്ത് അവർക്ക് വരുന്നത്. അപ്പൊ ഇതിൽ അതില്ല. സ്പീക്കേഴ്സ് എല്ലാം റൂഫിലും സൈഡിലുമാണ്. വെള്ളം പിന്നെ കുടിക്കാം, ആദ്യം പാട്ട് കേൾക്കാം. അതെ. ഓക്കെ. അപ്പം പിന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്സ് ആണ്. അതെ, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്സ് ആണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്.
ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനും നല്ലൊരു ആഡ് ഓൺ ആണ് MX-5 കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ. പിന്നെ അതുപോലെ അഡ്രനോക്സ് കണക്ടിവിറ്റി നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് വണ്ടി ട്രാക്ക് ചെയ്യാനായാലും വണ്ടിയുടെ ഒരു ഹിസ്റ്ററി, ഇതിന്റെ ഒരു ട്രാക്കിംഗ്, പിന്നെ ഓട്ടോ സ്റ്റാർട്ട്, അങ്ങനെയുള്ള സോ കോൾഡ് ഇപ്പോഴത്തെ ഫീച്ചേഴ്സ് അത് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കും എന്നുള്ളതല്ല, പക്ഷെ എനിക്കത് ഉപകാരപ്പെടുന്നുണ്ട്. അത്ര ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ADAS വളരെ നല്ലൊരിതാണ്. അതെങ്ങനെയുണ്ട്? ADAS നല്ലൊരിതാണെന്ന് പലരും പറയുന്നു. റോക്സിന്റെ ADAS കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണെന്നുള്ളത്. എങ്ങനെ? ഞാൻ ADAS പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് ലോങ് ട്രാവൽ ചെയ്ത സമയത്താണ്. അപ്പം ഞാൻ അത്യാവശ്യം ലോങ് ട്രാവൽ ചെയ്യുന്ന ആളുമാണ് ബൈ റോഡ് തന്നെ. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഡൽഹി വരെയൊക്കെ ഒരു ബൊലേറോയിൽ ഓടിച്ചു പോയിട്ടുണ്ട് മുന്നേ. അങ്ങനെയാണ് ഈ മഹേന്ദ്ര സ്നേഹം ഇത്രയും വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ADAS ഫീച്ചേഴ്സിന്റെ ഒരു ഇന്നത്തെ കാലത്ത് ഒരു എസെൻഷ്യൽ ആണ്. എല്ലാവരും പറയുന്നത് നമ്മുടെ സിറ്റി ട്രാഫിക്കിലും ഗ്രാമങ്ങളിലും എങ്ങനെ ADAS യൂസ്ഫുൾ ആകുന്നത് എന്നാണ് ചോദിക്കാറുള്ളത്. പക്ഷെ അവിടെ അല്ല അതിന്റെ ഒരു പ്രധാന ഇത്. നമുക്ക് ലോങ് ട്രാവൽ, നമ്മുടെ ഒരു സേഫ്റ്റി, നമ്മുടെ ഒരു ഫാമിലി പാസഞ്ചർ സേഫ്റ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ADAS. അപ്പോൾ ലോങ് ട്രാവൽ പോകുന്ന സമയത്ത് ഞാൻ ഈ ADASന്റെ ഫീച്ചേഴ്സ്, ലൈൻ കീപ്പ് അസിസ്റ്റും പിന്നെ ഓട്ടോണോമസ് ബ്രേക്കിംഗ് സിസ്റ്റം, അതൊക്കെ ഓണാക്കി ട്രൈ ചെയ്തിരുന്നു. അതൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ വർക്കും ചെയ്തു. ക്രൂസ് കൺട്രോളോ? അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഞാൻ നോക്കിയില്ല, ട്രൈ ചെയ്തില്ല. ഓക്കെ, പിന്നെ ഈ ലൈൻ കീപ്പ് ഇതുണ്ട് നമുക്ക്, ട്രാഫിക് സൈൻ റെക്കഗ്നീഷൻ, അതൊക്കെ ഞാൻ നോർമലി സിറ്റി കണ്ടീഷൻസിൽ എപ്പോഴും ഓൺ ആണ്. അതൊക്കെ നല്ല രീതിയിൽ ഡിറ്റക്ട് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കൊളീഷൻ വാർണിംഗ്സ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷനോട് ചേർന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വണ്ടി പെട്ടെന്ന് ക്രോസ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗിൽ വൈബ്രേഷൻ വരും. അത് എല്ലാ സിറ്റുവേഷൻസിലും കിട്ടാറുണ്ടോ? അതോ എല്ലാ സിറ്റുവേഷൻസിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ അത്യാവശ്യം നല്ല ഹെയർ പിൻസ് ഒക്കെ ഉള്ള റോഡിൽ പോയപ്പോഴും, നാരോ റോഡുകളിൽ പോയപ്പോഴും കൊളീഷന്റെ സമയത്ത് നല്ല രീതിയിൽ വാർണിംഗ്സ് വന്നിരുന്നു. കാരണം നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഏതെങ്കിലും ഒരു സിനറിയോയിൽ അത് വർക്കാകാതിരിക്കുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇതുവരെ അത്രയും ഒരു ലോങ് ടേമിൽ ഉള്ളതല്ല. എൻ്റെ ഒരു ഷോർട്ട് എക്സ്പീരിയൻസിൽ എനിക്കത് വർക്കായിട്ടുണ്ട്. ഇന്നും ഇങ്ങോട്ട് വന്നപ്പോഴും ഒരു ഒരു ബൈക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇതിലൊരു വൈബ്രേഷൻ പെട്ടെന്ന്. അതെ അതെ, എല്ലാം എലിവേറ്റഡ് ഹൈവേ വർക്ക് തീരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും. ADAS ഒക്കെ യൂസ് ചെയ്ത് ഓടിക്കാൻ എല്ലാം ബാക്കി ADAS ഫീച്ചേഴ്സ് എല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. ജനറലി നമ്മുടെ യൂസേജിന് ഒട്ടും പറ്റിയതല്ല അത്. അതുകൊണ്ട് അത് ഓഫ് ചെയ്തിട്ടേക്കാണ്. നമ്മുടെ സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ ഓട്ടോ ബ്രേക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മൊത്തത്തിൽ പറയാനുള്ളത് അല്ലേ? അതെ അതെ. ഇനി നമുക്ക് ചോദിക്കേണ്ടത്, ഒരു താർ റോക്സ് എടുക്കാൻ വരുന്നവരോട് XUV 700 പോകണോ, സ്കോർപിയോ എന്നിലോട്ട് പോകണോ, അതോ മെറ്റ് വണ്ടികൾക്കായിട്ട് വെയിറ്റ് ചെയ്യണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? XUV 700 അല്ലെങ്കിൽ ഒരു ഇന്നോവ ഹൈക്രോസ് എന്നൊക്കെ പറഞ്ഞ ഒരു കംഫർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടികളാണ്. ഇപ്പം നമുക്ക് കുറച്ച് നമ്മുടെ വീട്ടിൽ നല്ല എൽഡർലി ആയിട്ടുള്ള പേരൻസ് ഉണ്ട്, നമുക്കും കുറച്ച് നല്ല കംഫർട്ടബിൾ ട്രാവലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്നോവ ഓർ XUV 700 ഒക്കെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതുപോലെ 7 സീറ്ററിന്റെ റിക്വയർമെന്റ് ഉള്ള ഫാമിലി, അങ്ങനെ. അപ്പം എൻ്റെ ഒരു ഏജിനും എൻ്റെ ഒരു ഫാമിലിയുടെ ഒരു സിറ്റുവേഷനും വെച്ചിട്ട് എനിക്ക് ഇത് മതിയാവും, ഒരു 5 സീറ്റർ മതിയാവും. പിന്നെ ഈ ഒരു ഏജിൽ ഒരു റെയർ വീൽ ഡ്രൈവ് ആകുമ്പോൾ നമുക്ക് ഒരു റോഡ് ഫ്രീഡം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഞങ്ങൾ പലപ്പോഴും എസ്ക്രോസ് യൂസ് ചെയ്യുന്ന സമയത്തും ഞാനും വൈഫും പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും, ഫ്രണ്ട്സായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴും പലയിടത്തും റോഡ് ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ നമുക്ക് കയറി പോകാനൊരു ധൈര്യമില്ല. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണം എന്നുള്ളതായിരുന്നു പുതിയൊരു വണ്ടിയിൽ വേണ്ടുന്നൊരു കാര്യം. നമുക്ക് എവിടെയും ധൈര്യമായിട്ട് കയറി പോകാൻ പറ്റണം. ഇപ്പോൾ ഒരു 4x4 എന്നുള്ളതിലുപരി 4x2 തന്നെ റെയർ വീൽ ഡ്രൈവിൽ നമുക്ക് ഏതൊരു ഒബ്സ്ട്രക്ഷനും ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന, അതായത് നമ്മുടെ ഒരു റെഗുലർ ട്രാവൽ സെനാരിയോസിൽ നമുക്ക് എവിടെയും കയറി പോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഈ വണ്ടി തരുന്നുണ്ട്. പിന്നെ ഞാൻ റീസെന്റ് പറഞ്ഞ പോലെ ഒരു എക്സ്ട്രീം ഒരു നല്ല ഓഫ് റോഡ്, എക്സ്ട്രീം എന്നല്ല, ഒരു നല്ല ഓഫ് റോഡ് സിറ്റുവേഷനിൽ ഞങ്ങൾ ഈ ഇടയ്ക്ക് പോയപ്പോഴും ഈ വണ്ടി വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇത് പെർഫോം ചെയ്തു. നമുക്ക് ഒട്ടും റോഡ് കാണുമ്പോൾ ഭയപ്പെടുന്ന സിറ്റുവേഷൻസിൽ ഈ വണ്ടി വളരെ ഈസി ആയിട്ട് കയറിപ്പോയി, അത് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ. അങ്ങനെ അപ്പോൾ വണ്ടിയുടെ റിലയബിലിറ്റിയെ പറ്റിയൊക്കെയാണ് എല്ലാവരും കൺസേൺഡ് ആയിട്ടുള്ളത്. ഏതായാലും മഹീന്ദ്രയുടെ ബിൽഡ് ക്വാളിറ്റി വെച്ച് മറ്റു വണ്ടിയുടെ കമ്പാരിസണിൽ വെച്ച് ആൾക്കാർക്ക് കൺസിഡർ ചെയ്യാം വേണമെങ്കിൽ ഇതിന്റെ റിലയബിലിറ്റി. തീർച്ചയായിട്ടും. ഇപ്പം എന്നോട് റീസെന്റ് എൻ്റെ ഇന്നോവ ഉള്ളൊരു ഫ്രണ്ട് ചോദിച്ചു, ഇന്നോവയൊക്കെ ആണെങ്കിൽ 3-4 ലക്ഷം കിലോമീറ്റർ ഓടും, നിന്റെ ഈ വണ്ടി എത്ര നാൾ ഓടും എന്ന് ചോദിച്ചു. അപ്പൊ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മഹീന്ദ്ര മേജർ ജീപ്പ് നോക്കും. നമ്മളിപ്പോഴും ഓഫ് റോഡുകൾ അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻസ് ഒക്കെ ചെല്ലുമ്പോൾ നമ്മളിപ്പോഴും അതിലാണ് പോകുന്നത്. അതൊക്കെ എത്ര ലക്ഷം കിലോമീറ്റർ ആയി വല്ല കൗണ്ട് ഉണ്ടോ? അത്രയും ഹിസ്റ്ററി ഉള്ള ഒരു ബൊലേറോസ്, മഹീന്ദ്ര മേജർ ജീപ്പുകൾ, ഇതിന്റെ എല്ലാം ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ ആണല്ലോ ഇന്നത്തെ റോക്സ് എന്ന് പറയുന്നത്. ഇതുവരെ എത്തി നിൽക്കുകയാണ് മഹീന്ദ്ര. മഹീന്ദ്രയുടെ റിലയബിലിറ്റിയെ കുറിച്ച് അങ്ങനെ ഒരു കൺസേൺ എനിക്കില്ല. ഓക്കെ.
ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ബ്രോ. നമുക്ക് കുറേ റോക്സിനെ പറ്റിയുള്ള കുറേ പല സംശയങ്ങളും തീർക്കാനായിട്ട് പറ്റി. താങ്ക് യു സോ മച്ച്. പലർക്കും റോക്സിനോട് ആഗ്രഹമുണ്ട്, എങ്കിലും കുറച്ച് മടി കാണും. അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളുണ്ട്, ബുക്കിങ്സിൽ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, വാല്യൂ ഫോർ മണി വേരിയൻ്റ് ഏതായിരിക്കുമെന്ന് കൺഫ്യൂഷൻസ് ഉണ്ട്. സോ X7ഉം X5ഉം തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ പോയി നിങ്ങളുടെ ഒരു സ്വന്തം ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രം വണ്ടി ബുക്ക് ചെയ്യുക, വണ്ടി എടുക്കുക. ഇത് ഓട്ടോമാറ്റിക്കാ? അതിൽ 65 അല്ല, നോർമൽ സിയ. അങ്ങനെയൊക്കെയുള്ള കുറേ നമുക്ക് എന്താ പറയുക എസെൻഷ്യൽ സാധനങ്ങൾ നമുക്ക് ഈ AX5 ഈ 50,000 ഡിഫറൻസ് ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഡെഫിനറ്റ്ലി വാല്യൂ ഫോർ മണി ഇതാ. പക്ഷേ AX7 ലക്ഷറിയിലോട്ട് പോകുമ്പോൾ വരുന്നതെന്ന് വെച്ചാൽ ഇത് 19.4 ആണ് ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ്. മറ്റേത് വരുമ്പോൾ 20 lakh എക്സ്ഷോറൂം പ്രൈസ് ക്രോസ് ചെയ്യുമ്പോൾ ടാക്സിൽ തന്നെ 1.5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരും. അപ്പം തന്നെ നല്ലൊരു പ്രൈസ് ഡിഫറൻസ് ആവും. അപ്പം വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന സംഭവം കുറച്ചൊരു പരിധി വരെ. എന്നാലും റോക്സ് എപ്പോഴും വാല്യൂ ഫോർ മണി തന്നെ ആണെന്ന് എൻ്റെ അഭിപ്രായം. ഇത് MX5 ആയാലും X5 തീർച്ചയായിട്ടും X5 ആയാലും AX7 ആയാലും ഈ വണ്ടി എന്ന് പറയുന്നത് ഇങ്ങനൊരു സെഗ്മെന്റിൽ നമുക്ക് ഈ പ്രൈസിൽ കിട്ടുന്ന വേറെ ഏത് വണ്ടിയുണ്ട് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള? ഒരു ബ്രാൻഡ് നെയിമിന്റെ വ്യത്യാസത്തിലാണ് ഒരു 50 lakhs എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത് റാംഗ്ലറിന്. കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ, ഇതിന്റെ പേരിൽ കമന്റ്സ്. റാംഗ്ലറിന് ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. റാംഗ്ലർ അത്രയും പ്രീമിയം ആയിട്ടുള്ള ഹൈ പൊട്ടൻഷ്യൽ വണ്ടിയാണ്. പക്ഷെ റാംഗ്ലറിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഇതിലുണ്ട്. അതിലൊന്നാണ് ഇതിന്റെ പെൻഡലിംഗ് സസ്പെൻഷൻ. ഓരോ ടയറിനും ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ. റാംഗ്ലറിൽ അങ്ങനല്ല. പിന്നെ ഇതിനൊരു സൺറൂഫ് ഉണ്ട്, അതിൽ സൺറൂഫ് ഇല്ല. പക്ഷെ അതൊന്നും വലിയ കാര്യമല്ല, ക്വാളിറ്റി വൈസും ബാക്കി എല്ലാം വ്യത്യാസമാണ്. അതെ, നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്. എന്തായാലും ഓക്കെ, അപ്പം അതൊക്കെയായിരുന്നു പറയാനുള്ളത്. ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മുടെയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. walkwithnaf@gmail.com ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജുമായിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പിലോ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.